കരവും മനുസ്മൃതിയും. മനുസ്മൃതി അധ്യായം 7 ശ്ലോകം 80. സാംവത്സരികമാപ്തൈശ്ച രാഷ്ട്രാദാഹാരയേത് ബലിം സ്യാച്ചാം ന്യായപരോ ലോകെ വർത്തേത പിതൃവൻ നൃഷു. ഇതിന്റെ അർത്ഥം, വിശ്വസ്തരായ മന്ത്രിമാരെ കൊണ്ട് വാർഷിക കരം പിരിപ്പിക്കണം. ലോകകാര്യങ്ങളിൽ രാജാവ് ശാസ്ത്രനിഷ്ഠനായിരിക്കണം. പ്രജകളോട് പിതാവിനെപ്പോലെ പെരുമാറണം. കരം പിരിവ് മുതലായ കാര്യങ്ങളിൽ ശാസ്ത്രനിശ്ചയമനുസരിക്കണം. സ്വേച്ഛ പോലെ പാടില്ല. മനുസ്മൃതി അധ്യായം 7 ശ്ലോകം 127. ക്രയവിക്രയം അധ്വാനം ഭക്തം ച സ പരിവ്യയം യോഗക്ഷേമം ച സംപ്രേക്ഷ്യ വണിജോ ദാവയേത് കരാൻ. ഇതിന്റെ അർത്ഥം, ചരക്കിന്റെ വാങ്ങിയ വില, വിൽക്കുന്ന വില, എത്ര ദൂരെ നിന്നാണ് കൊണ്ടുവരുന്നത്, ആഹാരച്ചെലവ്, ചില്ലറച്ചെലവ്, വഴിക്ക് വേണ്ട രക്ഷണത്തിനുള്ള ചെലവ്, ലാഭം എന്നിവ കണക്കാക്കി വേണം വ്യാപാരികളുടെ മേൽ കരം ചുമത്താൻ. മനുസ്മൃതി അധ്യായം 7 ശ്ലോകം 128. യഥാഫലേന യുജ്യേത രാജാ കർത്താ ച കർമ്മണാം തഥാവേക്ഷ്യ നൃപൂരാഷ്ട്രേ കൽപ്പയേത് സതതം കരാൻ. ഇതിന്റെ അർത്ഥം, രാജാവിനും വ്യാപാരിക്കും പ്രയോജനമുണ്ടാകുന്നതെങ്ങനെയെന്ന് എപ്പോഴും നോക്കി വേണം രാജാവ് നാട്ടിൽ കരം നിശ്ചയിക്കാൻ. കൃഷി, വാണിജ്യം മുതലായവ കൊണ്ട് മിതമായ ലാഭം കണക്കാക്കിയിട്ടേ കരം ചുമത്താവൂ. മനുസ്മൃതി അധ്യായം 7 ശ്ലോകം 129. യഥാൽപാൽപമദന്ത്യാദം വാര്യോ കോവൽ സഷ്ടപദാഹ തഥാൽപാൽപോ ഗ്രഹീതവ്യോ രാഷ്ട്രാത് രാജ്ഞാബ്ദികഃ കരഃ. ഇതിന്റെ അർത്ഥം, അട്ട, കന്നുകുട്ടി, വണ്ട് എന്നിവ അവയുടെ ആഹാരം അല്പാൽപമായി കഴിക്കുന്നതുപോലെ രാജാവ് പ്രജകളിൽ നിന്ന് അല്പാൽപമായിട്ടേ വാർഷിക കരം ഈടാക്കാവൂ. അട്ട ചോരയും കന്ന് പാലും വണ്ട് തേനും കുടിക്കുന്നതുപോലെ വേണം രാജാവ് കരം പിരിക്കാൻ. പ്രജകൾക്ക് അതൊരു ഭാരമായി തോന്നരുത്. മനുസ്മൃതി അധ്യായം 7 ശ്ലോകം 130. പഞ്ചാശദ്ഭാഗ ആദേയോ രാജ്ഞാ പശുഹിരണ്യോ ധാന്യാനാമഷ്ടമോ ഭാഗഃ ഷഷ്ടോ ദ്വാദശ ഏവവ. ഇതിന്റെ അർത്ഥം, കാലികൾ, സ്വർണം എന്നിവയുടെ 50-1 ഭാഗം രാജാവിന് എടുക്കാം. ധാന്യങ്ങളുടെ 6-1, 8-1, 12-1 ഭാഗവും രാജാവിന് ഈടാക്കാം. തന്നാണ്ടിലുണ്ടായ കാലികളുടെയും സ്വർണത്തിന്റെയും ഭാഗമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, മൊത്തം മുതലിന്റെ അല്ല. കൃഷിഭൂമിയുടെ നന്മതിന്മയനുസരിച്ച് കൂടിയോ കുറഞ്ഞോ വേണം തീരുവ കണക്കാക്കാൻ. മനുസ്മൃതി അധ്യായം 7 ശ്ലോകങ്ങൾ 131 132. ആദതീതാദ ഷഡ്ഭാഗം ദ്രുമാംസ മധുസർപ്പിഷാം ഗന്ധോഷധി രസാനാം ച പുഷ്പമൂലഫലസ്യ ച പത്രശാക തൃണാനാം ച ചർമ്മണാം വൈതലസ്യ ച മൃണ്മയാനാം ച ഭാണ്ഡാനാം സർവസ്യാശ്മയസ്യ ച. ഇതിന്റെ അർത്ഥം, മരം, മാംസം, തേൻ, നെയ്യ്, സുഗന്ധവസ്തുക്കൾ, മരുന്നുകൾ, ദ്രവ്യങ്ങൾ, പൂക്കൾ, കിഴങ്ങുകൾ, കായ്കൾ, ഇല, ചീര, പുല്ല്, തോല്, പയറ്, മൺപാത്രങ്ങൾ, നാനാതരം കല്ലുകൾ ഇവയിലെല്ലാം 6-1 കരം ചുമത്താവുന്നതാണ്. ദ്രുശബ്ദം ദ്രുമശബ്ദവാചകമായിട്ടാണ് പ്രയോഗിച്ചിരിക്കുന്നത്. മനുസ്മൃതി അധ്യായം 7 ശ്ലോകം 133. മ്രിയമാണോ അപ്യാദതീതന രാജ ശ്രോത്രിയാത്കരം നജ ക്ഷുദ്ധാസ്യ സംസീതേ ശ്രോത്രിയോ വിഷയേ വസൻ. ഇതിന്റെ അർത്ഥം, പ്രാണൻ പോകുമെന്ന് വന്നാലും രാജാവ് വേദജ്ഞനായ ബ്രാഹ്മണനിൽ നിന്ന് കരം മേടിക്കരുത്. തന്റെ രാജ്യത്ത് വസിക്കുന്ന ശ്രോത്രിയൻ വിശപ്പുകൊണ്ട് വലയാനും ഇടവരുത്തരുത്. ജ്ഞാനനിഷ്ഠരെ പ്രോത്സാഹിപ്പിക്കുകയെന്നത് രാജാവിന്റെ കടമയാണ്. മനുസ്മൃതി അധ്യായം 7 ശ്ലോകം 137. യത് കിഞ്ചിദപി വർഷസ്യ ദാവയേത് കരസംചിതം വ്യവഹാരേണ ജീവന്തം രാജാ രാഷ്ട്രേ പൃഥഗ്ജനം. ഇതിന്റെ അർത്ഥം, നാട്ടിൽ ചില്ലറ വ്യാപാരം ചെയ്ത് ജീവിക്കുന്ന താണക്കൂട്ടരിൽ നിന്ന് അല്പമെന്തെങ്കിലും ആണ്ടുതോറും ഈടാക്കേണ്ടതാണ്. മനുസ്മൃതി അധ്യായം 7 ശ്ലോകം 138. കാരുകാഞ്ചിൽപ്പിനശ്ചൈവ ശൂദ്രാംശ്ചാത് മോപജീവിനഃ ഏകൈകം കാര്യേത് കർമ്മ മാസി മാസി മഹീപതിഹി. ഇതിന്റെ അർത്ഥം, കൊല്ലന്മാർ, ആശാരികൾ, സ്വന്തമായി വേല ചെയ്ത് കഴിയുന്ന ശൂദ്രർ, ഓരോ മാസവും ഓരോ ദിവസം രാജാവ് ഇവരെക്കൊണ്ട് തനിക്കു വേണ്ടി വേല ചെയ്യിക്കണം. മാസത്തിലൊരു ദിവസത്തെ പണിയാണ് അവരുടെ കരം.
അധ്യായം 7 ശ്ലോകം 139. നോച്ചിന്ത്യാദാത്മനോ മൂലം പരേഷാം ചാതിതൃഷ്ണയ ഉച്ഛിന്ദൻ ഹ്യാത്മനോ മൂലമാത്മാനം താംശ്ച പീഡയേത്. ഇതിന്റെ അർത്ഥം, അതിലോഭം കൊണ്ട് തന്റെയും അന്യരുടെയും വേരറുക്കരുത്. തന്റെ വേര് മുറിക്കുന്നതുകൊണ്ട് തന്നെയും അന്യരെയും ദ്രോഹിക്കാനിടയാകുന്നു. ആത്മമൂലച്ഛേദനം എന്നതിന് പ്രജാസ്നേഹം കൊണ്ട് കരം ചുമത്താതിരിക്കുക എന്നാണ് വ്യാഖ്യാതാവ് പറയുന്നത്. തന്മൂലം സ്വന്തം മൂലച്ഛേദം. അതിലോപം കൊണ്ട് അമിതകരം ഈടാക്കിയാൽ പ്രജകളുടെ മൂലച്ഛേദം. അധ്യായം 8 ശ്ലോകം 307. യോ അരക്ഷൻ ബലിമാദത്തെ കരം ശുൽക്കം ച പാർത്ഥിവഃ പ്രതിഭാഗം ച ദണ്ഡം ച സ സദ്യോ നരകം വ്രജേത്. ഇതിന്റെ അർത്ഥം, വേണ്ട രക്ഷ ചെയ്യാതെ ധാന്യാദികളുടെ 1/6 രാജഭോഗമായി സ്വീകരിക്കുകയോ കരമോ തീരുവയോ പിരിക്കുകയോ പതിവായി പഴം, പൂവ് മുതലായ കാഴ്ചകൾ വാങ്ങുകയോ പിഴ ഈടാക്കുകയോ ചെയ്താൽ ആ രാജാവ് മരിച്ചയുടനെ നരകം പ്രാപിക്കും. മനുസ്മൃതി അധ്യായം 8 ശ്ലോകം 394. അന്തോ ജഡഃ പീഡസർപ്പി സപ്തപ്ത്യാ സ്ഥവിരശ്ചയാ ശ്രോത്രിയേഷു കുർവംശ്ച നദാപ്യാഹ കേനചിത് കരം. ഇതിന്റെ അർത്ഥം, അന്ധൻ, ജഡൻ, വികലാംഗൻ, 70 ചെന്ന വൃദ്ധൻ, ശ്രോത്രിയർക്ക് ഉപകാരം ചെയ്യുന്നവൻ, ഇവരിൽ നിന്ന് ആരും കരം ഈടാക്കരുത്. മനുസ്മൃതി അധ്യായം 8 ശ്ലോകം 398. ശുൽക്കസ്ഥാനേഷു കുശലാഹ സർവവണ്യ വിചക്ഷണാഹ കുര്യുരർഹം യഥാബല്യം തതോ വിംശം നൃപോഹരേത്. ഇതിന്റെ അർത്ഥം, എല്ലാ ചരക്കുകളെക്കുറിച്ചും അറിവുള്ള സമർത്ഥരായ ആളുകളെ ചുങ്കസ്ഥലങ്ങളിൽ നിയമിക്കണം. അവർ ചരക്കുകളുടെ തൂക്കത്തിനനുസരിച്ച് വില നിശ്ചയിച്ച് ലാഭത്തിൽ 1/20 രാജാവ് തീരുവ ഈടാക്കണം. അധ്യായം 8 ശ്ലോകം 400. ശുൽക്കസ്ഥാനം പരിഹരന്നകാലേ ക്രയവിക്രയീ മിഥ്യാവാദീ ച സംഖ്യാനേ ദാപ്യോ അഷ്ടഗുണമത്യയം. ഇതിന്റെ അർത്ഥം, ചുങ്കസ്ഥലം ഒഴിഞ്ഞുമാറിപ്പോകുകയോ അസമയത്തെ ക്രയവിക്രയം ചെയ്യുകയോ തീരുവ കുറയ്ക്കാനായി വ്യാപാര വസ്തുവിന്റെ വില കളവായി കുറച്ചു പറയുകയോ ചെയ്യുന്ന വ്യാപാരിയോട് 8 ഇരട്ടി തീരുവ ഈടാക്കേണ്ടതാകുന്നു. മനുസ്മൃതി അധ്യായം 8 ശ്ലോകം 404. പണം യാനം തരേദാപ്യം പൗരുഷോ അർദ്ധപണം തരേ പാദം പശുശ്ച യോഷിച്ച പാദാർത്ഥം രിക്തഃ പുമാൻ. ഇതിന്റെ അർത്ഥം, വെറും വണ്ടിക്ക് 1 പണം കടത്തുകൂലി ചുമത്തണം. ഒരുവന് ചുമക്കാവുന്ന ചുമടിന് കടത്തുകൂലി 1/2 പണം, പശുവിനും സ്ത്രീക്കും 1/4 പണം, ചുമടൊന്നുമില്ലാത്ത പുരുഷന് കൂലി 1/4 പണവും. മനുസ്മൃതി അധ്യായം 8 ശ്ലോകം 405. ഭാണ്ഡപൂർണാനി യാനാനി താര്യം ദാപ്യാനി സാരദഃ റിക്തഭാണ്ഡാനി യത്കിഞ്ചിത് പുമാംസശ്ചാപരിച്ഛദാഃ. ഇതിന്റെ അർത്ഥം, ചരക്കു വണ്ടികൾക്ക് ചരക്കിന്റെ തൂക്കമനുസരിച്ച് കടത്തുകൂലി ചുമത്തേണ്ടതാകുന്നു. കനം കുറഞ്ഞ ചരക്കുകൾക്കും ഏഴകൾക്കും അല്പം വല്ലതും കൂലി ചുമത്താം. അധ്യായം 8 ശ്ലോകം 406. ദീർഘാധ്വനി യഥാദേശം യഥാകാലം തരോ ഭവേത് നദീതീരേഷു തദ്വിദ്യാത് സമുദ്രേ നാസ്തി ലക്ഷണം. ഇതിന്റെ അർത്ഥം, പുഴയിൽ കൂടി ഏറെ ദൂരം പോകണമെങ്കിൽ ദൂരവും കാലവും അനുസരിച്ച് കൂലി നിശ്ചയിക്കണം. ഇത് നദിയിൽ കൂടിയുള്ള യാത്രയ്ക്കാണ്, സമുദ്രത്തിലുള്ളതിനല്ല. അധ്യായം 8 ശ്ലോകം 407. ഗർഭിണീ തു ദ്വിമാസാദിസ്ഥത പ്രവ്രജിതോ മുനീഹി ബ്രാഹ്മണാലിംഗിനശ്ചൈവന ദാപ്യാസ്താരികം തരേ. ഇതിന്റെ അർത്ഥം, 2 മാസത്തിനുമേൽ ഗർഭമുള്ള സ്ത്രീ, പരിവ്രാജകൻ, വാനപ്രസ്ഥൻ, ബ്രാഹ്മണർ, ബ്രഹ്മചാരികൾ ഇവരോട് കടത്തുകൂലി മേടിക്കരുത്. അധ്യായം 8 ശ്ലോകം 408. എന്നാവി കിഞ്ചിദ്ദാശാനാം വിശീര്യേതാപരാധഃ യദ്ദാശൈരേവ ദാതവ്യം സമാഗമ്യ സ്വതോ അംശതഃ. ഇതിന്റെ അർത്ഥം, വഞ്ചിയിൽ കയറ്റിയ സാധനമെന്തെങ്കിലും വഞ്ചിക്കാരുടെ കുറ്റം കൊണ്ട് നഷ്ടപ്പെട്ടാൽ അതിന് വഞ്ചിക്കാർ ഒത്തുചേർന്ന് പങ്കിട്ട് നഷ്ടം പരിഹരിക്കേണ്ടതാകുന്നു. അധ്യായം 9 ശ്ലോകം 254. അശാസംസ്തസ്കരാൻ യസ്തു ബലീം ഗൃഹ്ണാതി പാർത്ഥിവഃ തസ്യ പ്രക്ഷുഭ്യതേ രാഷ്ട്രം സ്വർഗാച്ച പരിഹീയതേ.
ഇതിന്റെ അർത്ഥം കള്ളന്മാരെയും മറ്റും ഒടുക്കാതെ ജനങ്ങളിൽ നിന്ന് കരം പിരിക്കുന്ന രാജാവിന്റെ നേരെ പ്രജകൾ കോപിക്കും. അയാളുടെ സ്വർഗപ്രാപ്തി തടയപ്പെടും. സ്വർഗപ്രാപ്തിക്ക് നേടിയ പുണ്യങ്ങളും നഷ്ടമാകും. അധ്യായം 9 ശ്ലോകം 305. അഷ്ടൗ മാസാൻ യഥാദിത്യസ്തോയം ഹരതി രശ്മിഭിഃ തദാഹരേത് കരം രാഷ്ട്രാന്നിത്യമർക്കവൃതം ഹി തത്. ഇതിന്റെ അർത്ഥം സൂര്യൻ 8 മാസം സ്വകിരണങ്ങൾ കൊണ്ട് ജലം വലിച്ചെടുക്കും പോലെ രാജാവ് പ്രജകളിൽ നിന്ന് കരം പിരിച്ചെടുക്കണം. അതത്രേ അർക്കവൃതം. അല്പാൽപമായിട്ടാണ് സൂര്യൻ ജലം വലിച്ചെടുക്കുന്നത്. അതുപോലെ പ്രജകൾക്ക് പീഡയേൽക്കാതെ കരം പിരിക്കണം. അധ്യായം 10 ശ്ലോകം 119. സ്വധർമ്മോ വിജയസ്തസ്യ നാഹവേ സ്യാത് പരാങ്മുഖഃ ശസ്ത്രേണ വൈശ്യാൻ രക്ഷിത്വാ ധർമ്മ്യമാഹാരയേത് ബലിം. ക്ഷത്രിയന്റെ സുധർമ്മം യുദ്ധവിജയമാകുന്നു. അവൻ പോരിൽ പിന്തിരിയരുത്. ആയുധം കൊണ്ട് വൈശ്യനെ ശത്രുക്കളിൽ നിന്ന് രക്ഷിച്ച് ന്യായമായ കരം ഈടാക്കേണ്ടതാകുന്നു. ധനം നേടുന്നത് വൈശ്യനാകയാൽ വൈശ്യനെ കാക്കണം. അധ്യായം 10 ശ്ലോകം 120. ധാന്യേ അഷ്ടമം വിശാം ശുൽക്കം വിംശം കാർഷാപണാവരം കർമ്മോപകരണാഹ ശൂദ്ര കാരവഹ ശില്പിനസ്തത. വൈശ്യരിൽ നിന്ന് ധാന്യലാഭത്തിന്റെ 8/1 സ്വർണാദികളിൽ നിന്നുള്ള ലാഭത്തിന്റെ 1/20 ഭാഗവും കരമായി ഈടാക്കാവുന്നതാണ്. ഇതിൽ ഏറ്റവും കുറഞ്ഞ കരം ഒരു കർഷാപണമായിരിക്കും. ശൂദ്രർ, തച്ചന്മാർ, ശില്പികൾ എന്നിവർ കർമ്മം കൊണ്ട് ഉപകാരം ചെയ്യുന്നവരാണ്. അവരെ കരം ചുമത്തരുത്.